എന്തുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരരുത് എന്ന് സാർ പറയുന്നു? എനിക്ക് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസ് ഒരു ഹിന്ദു വിരുദ്ധ പ്രസ്ഥാനമാണ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പാർലമെന്റിലെ പ്രസംഗമാണ്. ഇന്ത്യൻ പാർലമെന്റിലെ അയാൾ ഹിന്ദുക്കളെ വിളിക്കുന്ന തീവ്രവാദികൾ എന്നാണ് അയാൾ വിളിക്കുന്നത്. ആ തരം ഹിന്ദു വിരുദ്ധ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കുന്നതാണ് ഹിന്ദുക്കളെ സംബന്ധിച്ച് നല്ലത്. എന്ന് മാത്രമല്ല, എനിക്ക് ഇന്നലെ കണ്ട ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ തോന്നിയപ്പോൾ ഇന്നലെ പോളിംഗ് നടന്നിരിക്കുന്നത് പ്രധാനമായിട്ട് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ്. ഹിന്ദുക്കളുടെ പോളിംഗാണ് ഇന്നലെ കൂടുതൽ നടന്നിരിക്കുന്നത്, ഒരിക്കലും മൈനോറിറ്റീസിൻ്റെ അല്ല. എന്ന് മാത്രമല്ല, ഞാൻ ഇന്ന് രാവിലെ ഒരു കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ ചാനൽ ചർച്ച ഞാൻ കണ്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിൻ്റെ വർധനമാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് കോൺഗ്രസിന് 100-ലധികം സീറ്റ് കിട്ടുന്നതാണ്. ഇതൊരു പൊള്ളയായുള്ള കണക്കാണ്. ന്യൂനപക്ഷങ്ങളുടെ വോട്ടിൻ്റെ വർധനവല്ല വന്നിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ വോട്ടിൻ്റെ വർധന വന്നിരിക്കുന്നെങ്കിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് പല ഭാഗത്തും 7-8% വോട്ടിൻ്റെ വർധനവ് വരണം. അങ്ങനെ വന്നിട്ടില്ല. മറിച്ച് വോട്ടിൻ്റെ ശതമാനം വന്നിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ 4%, 5% വരെയൊക്കെയാണ് വോട്ടിൻ്റെ വർധനവ്. ഈ വർധനവ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അത് കണക്കൂട്ടാൻ സാധ്യമല്ല. പിന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന അവർ 10 കൊല്ലം അവർ പുറത്തിരുന്നു. ഈ 10 കൊല്ലം പുറത്തിരുന്ന സമയത്ത് ഇനിയും വന്നിട്ടുണ്ടെങ്കിൽ ഈ 10 കൊല്ലം കൂടി എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാന്നുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്സുകാരൻ. അഴിമതിയുടെ അവതാരങ്ങളാണ് കോൺഗ്രസിന്റെ ഭരണത്തിലുള്ള കോൺഗ്രസിന്റെ KPCCയുടെ ഭാരവാഹികൾ അടക്കമുള്ള ആളുകളുടെ അഴിമതി നടത്താത്തവരാരുമില്ല. ഇതൊരു വസ്തുതയല്ലേ? അപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ശ്രമം എന്താ? കോൺഗ്രസ്സുകാരന് ഭരണം തിരിച്ചു കിട്ടണം. ആ ഭരണം തിരിച്ചു കിട്ടി ഇവർക്ക് മന്ത്രിമാരാവണം. അതുകൊണ്ട് എല്ലാവരും മുഖ്യമന്ത്രിയാവാനുള്ള തിരക്കില്ല, എല്ലാവർക്കും മന്ത്രിമാരാവാനുള്ള തിരക്കിലാണ്, എല്ലാവരും MLA-മാരാവാനുള്ള ശ്രമത്തിലാണ്. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാലാണ് അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കുക. കാരണം അവർ കേന്ദ്രത്തിൽ 10 കൊല്ലത്തിന് മേലെയായിട്ട് പുറത്താണ്, കേരളത്തിൽ ഏകദേശം 10 കൊല്ലമായിട്ട് പുറത്താണ്. ഈ പുറത്ത് നിൽക്കുന്ന ഒരു സമീപനം ഒരിക്കലും കോൺഗ്രസിന്റെ ഒരാൾക്ക് സഹിക്കാൻ സാധ്യമല്ല. അപ്പോൾ രാഹുൽ ഗാന്ധി തുടങ്ങിയിട്ട് എങ്ങനെയാണ്, സോണിയാഗാന്ധിയുടെ സ്വഭാവം അങ്ങനെയാണ്, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സ്വഭാവം അങ്ങനെയാണ്. കോൺഗ്രസിന്റെ മേലെ തുടങ്ങിയിട്ട് താഴെ വരെയുള്ള മുഴുവൻ ആളുകളുടെ സ്വഭാവം അവർക്ക് ഭരണത്തിന്റെ ഭാഗമാകണമെന്നാണ്. പക്ഷേ കോൺഗ്രസ് ഭരണത്തിന്റെ ഭാഗമായിട്ട് എന്ത് വികസനമാണ് കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. കോൺഗ്രസിന് ഇപ്പോൾ ഉദാഹരണത്തിന് 986 സമയത്താണ് നാഷണൽ ഹൈവേ ഏറ്റെടുത്തത്. എത്ര വർഷത്തിന് ശേഷം കോൺഗ്രസ്സുകാരൻ ഭരിച്ചു? രാജീവ് ഗാന്ധി ഭരിച്ചില്ലേ? നരസിംഹറാവു ഭരിച്ചില്ലേ? മൻമോഹൻ സിംഗ് ഭരിച്ചില്ലേ? ഇവര് പിന്താങ്ങുന്ന IK ഗുജറാളും ഇവര് പിന്താങ്ങുന്ന ദേവഗൌഡയൊക്കെ കേന്ദ്രം ഭരിച്ചല്ലോ. ഈ സമയത്ത് എവിടെയായിരുന്നു ഹൈവേയുടെ വർക്ക് മുന്നോട്ട് പോയോ? ആ പണി ഇല്ലാതായില്ലേ? എന്ന് മാത്രമല്ല, കേരളത്തിലുണ്ടായിരുന്ന വ്യവസായ രംഗം, ഈ വ്യവസായ രംഗത്ത് മുഴുവൻ തകർത്തത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും തമ്മിൽ സഖ്യമാണ്. എത്ര വ്യവസായ സ്ഥാപനങ്ങളെ ഇവർ അടച്ചുപൂട്ടിച്ചത്? എത്ര തൊഴിലാളികൾക്കാണ് തൊഴിലില്ലാണ്ടായത്? കേരളത്തിൽ മുഴുവൻ ആളുകളെ പട്ടിണി പാവങ്ങളാക്കിയത് ഇവരല്ലേ? കേരളത്തിലെ വിദ്യാസമ്പന്നമായിരിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനാണ്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനാണ്. ഈ രണ്ടുപേരും തമ്മിലുള്ള കൂട്ടായ്മയായിരുന്നു കേരളത്തെ ഈ ഇത്രയധികം പിന്നോക്കം ആക്കിയത്. നമുക്കറിയാവുന്നൊരു വസ്തുത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് കേരളത്തിന്റെ പ്രധാനപ്പെട്ട വിളകളായിരുന്നത് നെല്ലുണ്ടായിരുന്നു കേരളത്തിൽ. അതേപോലെ തന്നെ തേങ്ങ കേരളത്തിന് പ്രധാനപ്പെട്ട വിഷയമാണ്. അതേപോലെ തന്നെ മത്സ്യം കേരളത്തിന് പ്രധാനപ്പെട്ടതായിരുന്നു. ഈ മൂന്നിനെയും ഇല്ലാതായ്മ ചെയ്തതിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള ഒരു അവിഹിതമായിട്ടുള്ള സഖ്യത്തിന് വളരെ വലിയ പങ്കാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇല്ലാണ്ടായത്. നമുക്കറിയാവുന്നൊരു വസ്തുതയുണ്ട്. ഇപ്പൊ ഇവിടെ എന്താ പറയുക, ആലപ്പുഴ ജില്ലയിൽ പുന്നപ്ര സമരം. ആ പുന്നപ്ര സമരം കഴിഞ്ഞിട്ട് മണിയാണ് സർ CP രാമസ്വാമിയെ വെട്ടിയെന്ന് പറഞ്ഞു. ഈ സർ CP രാമസ്വാമിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നു. ആരെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്? AK ആന്റണി. അന്നെന്താ പറഞ്ഞ്? ഇടതുപക്ഷക്കാരനായിട്ട് മണിയാണ് സർ CPയുടെ പ്രതിമ മണിയാണ് വെട്ടിയത്, സർ CP വെട്ടിയെന്ന് പറഞ്ഞു. ഇവരാഘോഷിച്ചു. പക്ഷേ വസ്തുത എന്തായിരുന്നു? AK ആന്റണിയെ പോലുള്ള ആളുകൾ പോലും ചരിത്രബോധമില്ലാത്തതിൻ്റെ പേരിൽ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ടുള്ള ആ മണിയുടെ പിന്നിലെ ഇവരുടെ അവിഹിതമായിട്ടുള്ള ബന്ധമായിരുന്നു ഉണ്ടായത്. സത്യത്തിൽ എങ്ങനെ ചരിത്രം പറയുന്നത്? മണിക്ക് ഇതിനകത്ത് എന്താ പങ്കുള്ളത്? മണിക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല എന്ന് മാത്രമല്ല, സർ CP രാമസ്വാമിയെ ഇവിടുന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുപോയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്, കോൺഗ്രസ്സുകാരാണ് ചെയ്തത്. ഇതറിയാൻ പാടില്ലാത്ത പമ്പര വിഡ്ഢിയാണോ AK ആന്റണി? ഈ മനുഷ്യൻ അറിയേണ്ടതല്ലേ? ഇവിടുന്ന് കോൺഗ്രസ് ഭക്തവത്സലവും അതേപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒക്കെ ചേർന്ന് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നു. അവിടെ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കുന്നു, വാരണാസിയിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കുന്നു, നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ കരട് തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ മെമ്പറാക്കുന്നു, 7-അംഗ കമ്മിറ്റി. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തെ കൊണ്ടാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ 25-ാം വർഷം ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെയുള്ള സർ CP രാമസ്വാമി അയ്യരെ
ഈ രാമസ്വാമി അയ്യര് വെട്ടി എന്നുള്ളതിൻ്റെ പേരിൽ മണിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ശ്രീമാൻ എ കെ ആന്റണിയാണ്. അല്പം ഒരു ഉളുപ്പുണ്ടെങ്കിൽ ഈ മനുഷ്യ ഈ പണി ചെയ്യോ? അല്പം ഒരു നാണുണ്ട് ഈ മനുഷ്യ ഈ പണി ചെയ്യോ? അങ്ങനെയുള്ള പമ്പര വിട്ടി എന്നതിനെ വാസ്തവത്തിൽ വിളിക്കേണ്ടി വരും എ കെ ആന്റണിയെ. ആദർശത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് ചില മാധ്യമങ്ങളുടെ പിന്തുണയോട് കൂടിക്കൊണ്ട് ആദർശ വീരനാണെന്നൊക്കെ പറയുന്നുണ്ട് ഇയാളെങ്കിലും സത്യാവസ്ഥ അങ്ങനെയല്ല. ഇങ്ങനെയുള്ളൊരു പ്രകൃതമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. കോൺഗ്രസ് ഭരണം കിട്ടുന്നത് എപ്പോഴും പ്രധാനമായിട്ട് വസൂലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഏത് തരത്തിലുള്ള ധനാഗമ മാർഗമാണെങ്കിലും ഈ മാർഗങ്ങളെല്ലാം അവലംബിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒരു കാലത്തും മറച്ചു നിന്നിട്ടില്ല. എന്നിട്ട് ഇവർ അവസാനം തമ്മിലടിക്കും. കാരണം ഈ മോഷ്ടാക്കൾ അങ്ങനെയാണ്. മോഷ്ടാക്കൾ പരസ്പരം മോഷ്ടിക്കുന്നു, കൂട്ടിച്ചേർന്ന് മോഷ്ടിക്കുന്നു. മോഷണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീതം വയ്ക്കുന്ന കാര്യത്തിൽ ഇവർ തർക്കം. എ കെ ആന്റണിയും കെ കരുണാകരനും തമ്മിൽ തർക്കം എന്താ? കെ കരുണാകരൻ ഇവരെങ്ങനെയാണ് അട്ടിമറിച്ചത്? എ കെ ആന്റണി ഇവരെങ്ങനെയാണ് അട്ടിമറിച്ചത്? ഉമ്മൻചാണ്ടി ഇവരെങ്ങനെയാണ് അട്ടിമറിച്ചത്? എല്ലാവരും അട്ടിമറിക്കലാണ് ഇവരെ ഓരോ ആളുകളും ഭരണത്തിലെത്തുന്നു. 6 മാസം കഴിയുന്ന സമയത്തേക്ക് ഇവർ ചിത്രം മാറുന്നു. മോഷണത്തിന്റെ ഈ ആരോ പറയുന്ന മാതിരി വേറി കഴിഞ്ഞാലും മോഷണം തുടരുന്നു. നേരം വെളുക്കുന്നവരേക്കും മോഷണം തുടർന്നില്ലെങ്കിൽ കള്ളം പിടിക്കപ്പെടും. ഈ പിടിക്കപ്പെടുന്നതിന്റെ പേരിലാണ് എല്ലാ 5 വർഷം കൂടുന്ന സമയത്തും കോൺഗ്രസ്സുകാരന്റെ ഭരണത്തിലെ പ്രധാനപ്പെട്ട ചാർജ് ഷീറ്റ് ഇവരുടെ കഴിവുകേട് മാത്രമായിരുന്നില്ല, മോഷണം കൂടിയായിരുന്നു. എല്ലാ കോൺഗ്രസിന്റെ നേതാക്കന്മാരും മോഷണത്തിൽ പങ്കാളികളായിരുന്നു. അത് KPCC അധ്യക്ഷന്മാരും മോഷ്ടാക്കളാണ്. ഈ പറയുന്ന മോഷ്ടാക്കളായിരിക്കുന്ന ആളുകൾ ഇപ്പൊ ഭരണം മോഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് മോഷണം 10 കൊല്ലമായിട്ട് മോഷണമില്ല, അതുകൊണ്ട് ഇവരുടെ കയ്യിൽ പൈസയില്ല. അങ്ങനെ മോഷ്ടിക്കാനുള്ള തത്രപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് എങ്ങനെയെങ്കിലും ഭരണം പിടിച്ചെടുക്കണം എന്നുള്ള മോഹമാണ് ഇവരെ സംബന്ധിച്ച് വരിക. അതുകൊണ്ടാണ് ഈ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രബലമായിരിക്കുന്ന ഹൈന്ദവ സമൂഹത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവർ ജമാഅത്തെ ഇസ്ലാമിയുടെ സഖ്യത്തിലാണ്. ഇവർ PDP ആയിട്ട് അവിഹിത ബന്ധത്തിലാണ്. ഇവർക്ക് ഈ പറയുന്ന എല്ലാ മുസ്ലിം ലീഗായിട്ട് ഇവർ സഖ്യത്തിലാണ്. മുസ്ലിങ്ങളിലെ തീവ്രവാദത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആളുകളുടെ കുത്തക പാട്ടാവകാശം ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ്. കുത്തകാവകാശം ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ തരത്തിൽ വലിയ അഴിമതി വീരന്മാരായിരിക്കുന്ന കോൺഗ്രസ്സുകാർ ഇന്നിപ്പോൾ ഭരണം വന്നാൽ ഇപ്പോൾ ഖജനാവിലൊന്നും ഇല്ല എന്നുള്ള വേറെ വശമുണ്ട് കേട്ടോ. അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരനെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അടിച്ചു മാറ്റിയിട്ടുള്ള ഈ കാലിയായിട്ടുള്ള ഖജനാവിൽ കൂടിയാണെങ്കിലും ഒരു ഭരണമുണ്ടെങ്കിൽ ഭരണത്തിൻ്റെ പിൻബലത്തിൽ ഇവർക്ക് കൂടുതൽ ധനം സമാഹരിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ്സുകാരൻ ധരിക്കുന്നത്. ഈ ധനാഗമ മാർഗമാണ് ഇവരെ സംബന്ധിച്ച് ഭരണം എന്ന് പറയുന്നത്. അത് കേരളത്തിൻ്റെ പിന്നാക്കാവസ്ഥയ്ക്ക് കാരണമാണ്. കേരളം ഇന്നിപ്പോൾ സമസ്ത മേഖലയിലും പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത്, കാർഷിക രംഗത്ത്, വ്യവസായ രംഗത്ത് സമസ്ത മേഖലയിലും പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് കേരളത്തിൽ നിന്ന് വെളിയിലേക്ക് ഓരോ വർഷം പോകുന്നത്. ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് കേരളത്തിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യമില്ല. ഈ സാഹചര്യം ഉണ്ടാക്കുകയിൽ വലിയ പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ്. അത് കഴിഞ്ഞാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവർ തമ്മിലുള്ള അവിഹിതമായിട്ടുള്ള ബന്ധമാണ്. ഈ തരത്തിൽപ്പെട്ട കൂട്ടുകെട്ടുകളാണ് പലപ്പോഴും കേരളത്തിൽ സാധാരണക്കാരന്, ചെറുപ്പക്കാരന് സംസാരിക്കാൻ പറ്റാത്ത, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത്. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും കോൺഗ്രസ്സുകാരും ഭരണത്തിലേക്ക് എത്താതിരിക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ വിശ്വാസം ശരിക്കതാണ്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നാലോ? ഇത് തമ്മിൽ വ്യത്യാസം കേട്ടോ. ഞാൻ ചിന്തിക്കുകയായിരുന്നു അത് തമ്മിൽ എന്താ വ്യത്യാസം. ഇതിന് വ്യത്യാസം അരക്കള്ളനും മുക്കാക്കള്ളനുമാണ്. ഇപ്പം നമ്മൾ ഈ അരക്കള്ളം വേണോ മുക്കാക്കള്ളം വേണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ആദ്യം അരക്കള്ളൻ പുറത്ത് നിൽക്കുന്ന അരക്കള്ളനെ പിടിച്ചിട്ട് വീണ്ടും കയറ്റിയിരുത്തുന്നതിനേക്കാളും നല്ലത് ഇവർ രണ്ടുപേരും കള്ളന്മാരാണെന്നുള്ള വസ്തു തിരിച്ചറിയണം. ഈ കള്ളന്മാരെ പുറത്താക്കുന്നതാണ് കേരളം സ്വീകരിക്കേണ്ട നയം. ശരിക്കതാണ്. അത് സ്വീകരിക്കാൻ പറ്റുന്നിടത്തോളം കാലം ഇപ്പം നിലവിലിരിക്കുന്ന കള്ളനാണ് ഇനി ഇത്ര കാലം ഭരിച്ചിരുന്ന കള്ളനേക്കാളും മെച്ചമെന്നാണ് എൻ്റെ ഒരു അനുമാനം. ശരിക്കതാണ്.